വളരെ ചെറിയ കാര്യങ്ങളിൽ, നിസ്സാര കാര്യങ്ങളിൽ തകർന്നു പോകുന്നവരാണ് നമ്മളിൽ പലരും. ചിലർ അതിനെ തരണം ചെയ്ത് ജീവിക്കും. അങ്ങനെ ഒരുപാട് വിമർശനങ്ങളും അവഗണനകളും നേരിട്ട ഒരു വ്യക്തിയുണ്ട് എറണാകുളത്ത്. കേരളത്തിലെ ആദ്യ ട്രാൻസ് വുമൺ ഓട്ടോ ഡ്രൈവർ. അവരുടെ ജീവിതകഥയാണ് ഇനി. ഒരു ഓട്ടം പോകാൻ പറ്റുമോ? ഓട്ടം പോകാം. അതിന് മൈക്ക് കേട്ടെന്താ? വേറൊന്നുമല്ല, ഓട്ടം പോകുന്നതിന്റെ കൂടെ നമുക്ക് അന്നയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. അതൊക്കെ അറിയാൻ വേണ്ടിട്ട് വന്നതാ. റെഡിയല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. ഇതാണ് അന്ന. ആള് നിസ്സാരക്കാരിയല്ല. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് വുമൺ ഓട്ടോ ഡ്രൈവർ. 7 വർഷങ്ങൾക്ക് മുൻപ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അന്ന. ഏറെ വിമർശനങ്ങൾ, അവഗണനകൾ. എന്നാൽ അന്നയെ തളർത്തിയില്ല. അങ്ങനെ പൊരുതി നേടിയതാണ് അന്ന ഈ ചരിത്ര അംഗീകാരം. ഇനി അവൾ തന്നെ പറയട്ടെ അവളുടെ ജീവിതകഥ. അന്നയുടെ കഥ അറിയാൻ ഞങ്ങൾക്ക് നല്ല താല്പര്യമുണ്ട്. കാരണം ഇങ്ങനൊരു ഓട്ടോ എന്നൊരു ജോലിയിലേക്ക് കടക്കുന്നു. എങ്ങനെയായിരുന്നു അന്ന ഇതിലേക്ക് വന്നത്? ഇതിലേക്ക് എത്താൻ കുറേ പാടുപെട്ടു. എന്നാൽ പോലും വണ്ടി വന്നത് ഇപ്പം ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. മുന്നേ ഉള്ള ലൈഫും അല്ലെങ്കിൽ ഞാൻ അടക്കം നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക് ഒരുപാട് പ്രചോദനം നൽകുന്നതും പൊതുസമൂഹം ഒരുപാട് ചേർത്ത് പിടിക്കുന്ന ഒരു ജോലി തന്നെയാണ് ഞാൻ തിരഞ്ഞെടുത്തത്. ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവിടെ വരെ വന്നത്. ഫാമിലി ഉണ്ടായിരുന്നില്ല, വേറെ ആരും ഉണ്ടായിരുന്നില്ല, കൂട്ടുകാരോ കൂടപ്പറപ്പുകളൊന്നും കൂടെ ഇല്ലാത്തൊരു ലൈഫായിരുന്നു തുടക്കം. പിന്നീട് ഇപ്പം നിലവിൽ അത്യാവശ്യം എല്ലാവരും നമ്മളോട് സഹകരിച്ച് പോകുന്നൊരു അതിൽ ഒരു ജോലിയും സ്വന്തമായിട്ട് അത് അവസാനമായി പോരുന്നതിന് മുൻപ് അന്നയോട് ഒരു ചോദ്യം കൂടി ചോദിച്ചു. ഈ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും തളർന്നു പോകുന്നവരാണ് കൂടുതൽ ആളുകളും. അങ്ങനെയുള്ളവരോട് അന്നയ്ക്ക് എന്താ പറയാനായിട്ടുള്ളത്? തളർത്താൻ ഒരുപാട് പേരുണ്ടാകും. പക്ഷെ നമ്മളൊരു ആത്മധൈര്യം വെച്ചിട്ട് എനിക്ക് മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റേതായ ലക്ഷ്യങ്ങളുണ്ട് എന്ന് വിചാരിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ എത്തിപ്പെടാൻ നമ്മൾ ശ്രമിച്ചാൽ എത്തിപ്പെടും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളത് നമ്മളുടെ ലക്ഷ്യത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്മളെ അവഗണിച്ച് മാറ്റി നിർത്തി എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാകും. അപ്പം പൊതുസമൂഹം ചേർത്ത് നിർത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു തൊഴിൽ ചെയ്യാൻ നമ്മൾ തയ്യാറാണ് എന്ന് വരുമ്പോൾ ആ ഒരു ചേർത്ത് നിർത്തൽ അതുപോലെ തന്നെ വീട്ടുകാരും ചേർത്ത് നിർത്തുന്നുണ്ട്. അതിലൊരുപാട് സന്തോഷം. അന്ന പറഞ്ഞതുപോലെ ലക്ഷ്യസ്ഥാനമുണ്ടെങ്കിൽ ഏത് അവഗണനയും പിന്നീട് പ്രോത്സാഹനങ്ങളായി മാറും. അതിജീവനത്തിന്റെ പാതയിലൂടെയുള്ള യാത്രയിലാണ് അന്ന. ക്യാമറമാൻ VS രാഹുലിനും അമലിനുമൊപ്പം ആൻമരിയ സണി, 24 കൊച്ചി. അന്ന ശരിക്കും ഒരു മാതൃകയാണ് അല്ലേ? കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം, ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തൊഴിലിടങ്ങളിലാണെങ്കിലും പുറത്താണെങ്കിലും പല കാര്യങ്ങളും സത്യം അറിയാതെയൊക്കെ ഓരോരുത്തർ ഓരോന്ന് പറയും. നമ്മൾ അതിൽ തളർന്നു പോകും. പക്ഷെ അങ്ങനെ തളരാതെ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും വിജയം നമ്മുടേത്. നമ്മുടെ പ്രേക്ഷകർ പറയുന്നുണ്ട് അവർക്കിടയിലും ഇതേപോലെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ളവരെ കുറിച്ച് നമ്മളെ അറിയിച്ചു കഴിഞ്ഞാൽ അവരെയും കൂടി ഈ പരിപാടിയിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രേക്ഷകരും ദയവ് ചെയ്ത് അങ്ങനെ നിങ്ങൾക്കിടയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുക. അടുത്ത ദിവസങ്ങളിലൊക്കെ അവരും TV-യിലൂടെ എല്ലാവരും അറിയുന്നവരാവട്ടെ. അതെ, 24-ലൂടെ അവരെ നമുക്ക് പ്രേക്ഷകർക്ക് എത്തിക്കാം.